ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇവിടെ ഇപ്പോൾ ഈദ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ റൂംമേറ്റും കൂടി അബുദാബിയിലോട്ട് പോവുകയാണ്. അബുദാബിയിൽ ഹിന്ദു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ടൈം ഏകദേശം 7:30 ആവാനായിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട് അഞ്ജനയുമാണുള്ളത്. അങ്ങനെ ADCB മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലൈഫ് ഫാർമസി മെട്രോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മെട്രോയിൽ. അങ്ങനെ നമ്മൾ ലൈഫ് ഫാർമസി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ഇബൻ ബത്തൂത്ത മാളിൻ്റെ സൈഡിലോട്ടുള്ള എക്സിറ്റ് എടുക്കുക. അവിടെ സൈഡിൽ തന്നെ ബസ്സുകളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടാകും. അബുദാബിയിലോട്ട് പോകാനുള്ള ബസ് നമ്പർ 101 ആണ്. ഈ കാണുന്നതെല്ലാം അബുദാബിയിലോട്ട് പോകാനുള്ള ബസ്സുകളാണ്. അങ്ങനെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി അബുദാബി ഷഹാമ വില്ലേജിലോട്ടാണ് നമ്മൾക്ക് പോകാനുള്ളത്. ഏകദേശം ഒരു 1 അവർ കഴിഞ്ഞപ്പോഴത്തും ഷഹാമ വില്ലേജിലെത്തിയായിരുന്നു. അവിടെ നിന്ന് നേരെ ടാക്സി എടുത്ത് ടെമ്പിളിലോട്ട് പോയി. അറൗണ്ട് 25 AED ആയിരുന്നു ടാക്സിക്കായത്. അവിടെ നിന്ന് നേരെ ബസ് ഉണ്ട് ആക്ച്വലി അമ്പലത്തിലോട്ട് പോകാനായിട്ട്. പക്ഷേ നമ്മളുടെ കയ്യിൽ ദുബായ് നോൾ കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അബുദാബിയിൽ വേറെ കാർഡാണ്. ദുബായ് കാർഡ് യൂസ് ചെയ്ത് അബുദാബി ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ടാക്സിക്കാണ് പോയത്. ഈശ്വര, പെട്ടുപോയി ഗൈസ്. നമ്മൾ നല്ല വെയിലത്തേക്കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാക്സി അങ്ങോട്ടേക്ക് കടത്തി വിടില്ല തോന്നുന്നു. അവിടെ വരെ ഉള്ളു പറഞ്ഞു. അങ്ങനെ ടാക്സിയിൽ നമ്മൾ ഇറങ്ങി നടക്കുക. ആ വെയിലത്ത് നടന്ന് കുറേ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ആണ് എത്തുന്നത്. ഇതാണ് അമ്പലത്തിലോട്ടുള്ള എൻട്രൻസ്. ശരിക്കും ഒരു കൊട്ടാരം കണ്ടൊരു ഫീലാണ് കണ്ടപ്പോൾ ഉണ്ടായത്. ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതാണെങ്കിലും ഈ ഒരു വെയിലത്ത് എന്തായാലും അത് നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അത് വലിയ ക്യൂ ആയിരുന്നു. ഭയങ്കര വെയിലത്ത് അവരെല്ലാവരും കൂടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ക്യൂ നിൽക്കാതെ നമുക്ക് കയറാനായിട്ട് ബാബ്സ് മന്ദിറിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അത് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. അതിൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് നേരിട്ട് കയറാവുന്നതാണ്. പിന്നെ ചെക്കിങ്ങിനുള്ള ക്യൂ മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും ഉള്ളതാണ്. ടെമ്പിളിൽ കുറേ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. വെയിലാണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഗായ്സ്, അങ്ങനെ തീ പൊള്ളുന്ന വെയിലിൽ ഒത്തിരി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അമ്പലത്തിലെത്തി. ഇനി അമ്പലത്തിൻ്റെ വ്യൂ കാണാൻ പോകുന്നത്. അങ്ങനെ കുറേ വീഡിയോസിലും ഫോട്ടോസിലും മാത്രം കണ്ട അമ്പലം നേരിട്ട് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോഴുള്ളൊരു സന്തോഷം ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ആക്ച്വലി ഒരു ഈവനിങ് ഇവിടെ എത്തുന്നതെന്നുണ്ടെങ്കിൽ വെയിലൊന്നുമില്ലാതെ നല്ല സൂപ്പറായിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റും. ഇതാണ് അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ. ലെഫ്റ്റ് സൈഡിൽ ഫുഡ് കോർട്ടും റൈറ്റ് സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഷൂസ് എല്ലാനും ഷൂ റാക്കും അതെല്ലാനുമാണ്. റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ശരിക്കും ഒരു ടെമ്പിൾ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ഡ്രീമിലുള്ളൊരു കൊട്ടാരം, ഒരു പാലസൊക്കെ കണ്ട പോലെ ഒരു ഫീലായിരുന്നു. ടെമ്പിൾ കയറി തൊഴുതു, പുറത്തോട്ടിറങ്ങി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ടെമ്പിളിൻ്റെ ഫുൾ സൈഡ് ചുറ്റി കണ്ടു. ടെമ്പിളിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അംബ്രല്ല ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അംബ്രല്ല ഒന്നും ഇല്ലാതെ നടക്കുകയാണ്. ഇത് തൊഴുതിറങ്ങി സൈഡിലൂടെ നടക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കാണുന്നത്. UAE ഉണ്ടായിരുന്നിട്ട് ഇത്രയും നാളായിട്ട് ബാബ്സ് മന്ദിർ കണ്ടിട്ടില്ല എന്നുള്ളൊരു റിഗ്രറ്റ് ഇവിടെ വന്നതോടുകൂടി ഞങ്ങൾക്ക് പോയി. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അഞ്ജന എന്നോട് ചോദിച്ചതാണ് നമുക്കൊന്ന് അബുദാബി ടെമ്പിളിൽ പോയാലോ എന്ന്. ഒറ്റ മൈൻഡിൽ കയറി പോകുന്നതാണ്. വെയിലുണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇത്രയ്ക്കും ഉണ്ടാകാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അത്രയും വെയിലായിരുന്നു. ഇനി വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈവനിങ് തന്നെ വരും എന്നുള്ളൊരു മൈൻഡിലാണല്ലോ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പക്ഷേ അവളൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ദുബായിൽ നിന്ന് അബുദാബി വരെ ട്രാവൽ ചെയ്യണം, ബസ് അവൈലബിലിറ്റി നോക്കണം. പിന്നെ ഗേൾസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ 1 ടൈമെങ്കിലും ബീച്ചൊരു സ്ഥലത്തെത്തുമ്പോൾ ഒരു സന്തോഷം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അധികം ഫോട്ടോസൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും അങ്ങനെ അമ്പലം ഫുള്ള് ചുറ്റിക്കണ്ടു. നേരെ പോയി ഫുഡ് കോർട്ടിലോട്ട്. അവിടെ നിന്നൊരു പാഷൻ ഫ്രൂട്ട് ലൈമെല്ലാം ഓർഡർ ചെയ്ത് ഡ്രിങ്ക്സ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ടാക്സി പിടിച്ചു.
ദുബായിലോട്ട് പോന്നു. ഇനി ബസ്സിലൊന്നും ട്രാവൽ ചെയ്ത് വരാൻ നമുക്ക് ഒട്ടും പറ്റില്ലായിരുന്നു, അത്രയ്ക്കും വെയിലും ടയേർഡും ആയിട്ടുണ്ടായിരുന്നു. ലൈഫ് ഫാർമസി മെട്രോ സ്റ്റേഷൻ വരെയാണ് ടാക്സിക്ക് വന്നത്. അതിനുശേഷം മെട്രോ എടുത്ത് നേരെ ADCBയിലോട്ട് വന്നു. ആഫ്റ്റർനൂൺ ഒരു 12:30 ആയപ്പോഴത്തും ADCB എത്തിയിട്ടുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, ഇന്ന് 13th മെയ് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് പോവാണ്. കരാമ സെൻട്രലിൽ നിന്ന് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. 91 ബസ്സിൽ കയറി ബുർജ്മാനിൽ ഇറങ്ങിയിട്ട് ക്രീക്കിൽ പോയി ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തോടുകൂടിയുള്ള ഇത് ഹോളിഡേയ്സ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹോളിഡേയ്സ് എല്ലാം കഴിയാണ്, വർക്കിന് പോകണം. ഇതാണ് എൻ്റെ റൂംമേറ്റ് അഞ്ജന ഒരു ഹായ് കൊടുക്കാമോ? ഇതെൻ്റെ റൂംമേറ്റ്, എന്തായിരുന്നു പേര്? അശ്വതി. അപ്പൊ അശ്വതിയായിട്ട് നമ്മൾ ബീച്ചിലൊക്കെ പോയത്, അഞ്ജനായിട്ട് നമ്മളെപ്പോഴും ടെമ്പിൾ ഡേറ്റ്സിനൊക്കെ പോകുന്നത്. അപ്പൊ സാറ്റർഡേ ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്നലെയൊക്കെ വെറുതെ ഇരുന്ന് കളഞ്ഞു. അപ്പൊ ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ടൈം കിട്ടാ, ഹോളിഡേ ഒക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയണം. അപ്പം ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ബസ്സിൽ കയറിയിട്ട് ബുർജ്മാൻ മെട്രോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുർജ്മാൻ മെട്രോ സ്റ്റേഷൻ എത്തി. ക്രീക്കിലോട്ടുള്ള മെട്രോ കയറി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്രീക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ക്രീക്കിൽ വന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ഥലം എത്തി. ഇവിടെ നിന്നാണ് ബോട്ട് എടുത്ത് ക്രീക്കിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫെസ്റ്റിവൽ സിറ്റിയിലോട്ടോ പോകണമെങ്കിൽ ടിക്കറ്റ്സ് എടുക്കേണ്ടത്. ടിക്കറ്റ്സ് എടുത്തു. ബോട്ട് വന്നു. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബോട്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോട്ടിലാണ് ക്രീക്കിലോട്ട് പോകുന്നത്. അത് ആളുകൾ പോയിട്ട് തിരിച്ചു വരുന്നതാണ് തോന്നുന്നു. ഈ കാണുന്നതാണ് ബോട്ട് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് പോകാനുള്ളത്. ബോട്ടിൽ കയറി ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തും ആണ് ഡ്രൈവർ വന്നത്. കുറേ നേരം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. സെറ്റ് ബോട്ടിലിരുന്ന് കാണാൻ സാധിച്ചു. നേരെ കാണുന്നതാണത് ഫെസ്റ്റിവൽ സിറ്റി. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവിടെ എത്തി. ഈ ഈവനിങ് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ നാട്ടിലുള്ള ഫ്രണ്ട്സിനാണ് മിസ് ചെയ്തത്. കാരണം നാട്ടിലെ വെക്കേഷന് ചെന്നപ്പോൾ ഇതേപോലെ കൊച്ചിൻ വാട്ടർ മെട്രോയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെമ്മറീസ് എല്ലാം വന്നായിരുന്നു. സൺസെറ്റ് കണ്ടപ്പോൾ അവരൊത്തിരി മിസ് ചെയ്തായിരുന്നു. സൺസെറ്റ് ബോട്ടിലിരുന്ന് കണ്ട് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് എൻ്റർ ചെയ്തു. അവിടെ ചെന്നിറങ്ങിയത് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. എടുത്ത് നേരെ മാളിലോട്ട് എൻ്റർ ചെയ്തു. മാളിൽ കയറി കുറേ ഫോട്ടോസും പിന്നെ കുറേ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെ ഒത്തിരി ഡിസൈനർ ലെഹങ്കാസ്, ഫ്രോക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി കേക്കും പേസ്ട്രി എല്ലാം എടുത്തു. അവിടെ നിന്ന് നേരെ നൈറ്റ് ആയപ്പോഴത്തേക്കും വാട്ടർ ഷോ കാണാനായിട്ട് വാട്ടർ ഷോയിലോട്ട് നേരെ പോയി. ഷോയിൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വന്നത് എന്തായാലും വെറുതായിട്ട് തോന്നി. നെക്സ്റ്റ് നമ്മൾ പേസ്ട്രി കഴിച്ച് നേരെ നടന്നു. ക്യൂവിൽ നിന്ന് വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ബോട്ട് വന്നപ്പോൾ അതിൽ കയറി. ഇവിടെയാണ് ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത്. അവിടെ ഒത്തിരി പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി. അങ്ങനെ നേരെ ബോട്ടിൽ കയറി.
തന്നെ തിരിച്ചെത്തി. നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നു. ഒരു മെട്രോ പോയതുള്ളായിരുന്നു. അപ്പോൾ 4 minutes വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് മെട്രോ വന്നു. അങ്ങനെ മെട്രോയിൽ കയറി. നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ഇവിടെ ബുർജ്. ഗായ്സ്, അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഒന്നും ആരും ഇല്ല ഗായ്സ്. മെട്രോ ഫുൾ കാലിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ബുർജ്മാനിൽ പോകും. അവിടെ നമ്മൾ കരാമയിലോട്ട് പോകും. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ക്രീക്കിലോട്ടാണ് പോയത്. ഈ തവണ ഫെസ്റ്റിവൽ സിറ്റിയിലോട്ടാണ് പോയത്. അപ്പം ക്രീക്കിൻ്റെ വീഡിയോസ് ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നതാണ് ഗൈസ്. ഇവിടെ നിന്നാണ് ക്രീക്കിലോട്ടുള്ള യാത്രയുടെ സ്റ്റാർട്ടിങ്. 1 year ബാക്കുള്ള മെമ്മറീസാണ് ഇതെല്ലാം. ദുബായിൽ വന്ന് ആദ്യമായി ബോട്ടിൽ കയറിയ എക്സ്പീരിയൻസ് ഇവിടെ നിന്നായിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് അഷിക. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഇത് ഞങ്ങളുടെ റൂംമേറ്റാണ്. ബോട്ടിലിരുന്ന് ബുർജ് ഖലീഫ വ്യൂ എല്ലാം കണ്ട് നേരെ ക്രീക്ക് ഹാർബറിലോട്ട് എത്തി. ഇതെല്ലാം എൻ്റെ സ്ലോ മോഷൻ വീഡിയോയ്ക്ക് വേണ്ടി കട്ട് ചെയ്യുന്നതാണ് ഞാൻ. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ക്രീക്ക് ഹാർബർ. ക്രീക്ക് ഹാർബറിൻ്റെ നൈറ്റ് വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടിയാണ്. ഇത് ഞാൻ UAE വന്നിട്ട് എടുത്തൊരു ഡ്രസ്സാണ്. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. കിഡ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ അവിടെയുണ്ട്. ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട്, കിഡ്സിന് സ്പെൻഡ് ചെയ്യാനായിട്ട്, അങ്ങനെ ഫ്രണ്ട്സിനായിട്ടാണെങ്കിലും ഒത്തിരി സ്ഥലങ്ങളും ഫോട്ടോസ് എടുക്കാനെല്ലാം ഒത്തിരി സ്ഥലങ്ങളുള്ളൊരു പ്ലേസാണ് ക്രീക്ക്. ഫെസ്റ്റിവൽ സിറ്റി എന്തായാലും ക്രീക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുള്ള സ്പേസ് എല്ലാനും. അതെല്ലാനും ക്രീക്കിൽ തന്നെയാണ് കൂടുതലുള്ളത്. മെയിനായിട്ട് ഇത്തവണ ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലും ക്രീക്കിലും പോയിട്ടുള്ളവർ അടിയിൽ കമൻറ്റ് ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടത് എന്ന്. സാറ്റർഡേ പോയത് അന്ന് തിരിച്ച് വരുന്ന വഴിക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറേ ലൈറ്റ് ഷോയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ക്രീക്കിലെ വിശേഷങ്ങൾ. ഇതിൽ പോയാൽ നമുക്ക് കുറച്ചുകൂടി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ നല്ല വൈബായിരുന്നു. വാട്ടർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടാ എന്താ ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.